എന്നെ വ്യക്തിഹത്യ വരുത്തി, ഔദ്യോഗിക ജീവിതത്തെ വ്യക്തിഹത്യ വരുത്തി, ജോലിയെ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രൊഫഷനെ തരം താഴ്ത്തി, കുടുംബത്തെ, എൻ്റെ ഫാമിലിയെ മൊത്തമായിട്ട്, എൻ്റെ പ്രോപ്പർട്ടിയെ പറ്റി ചോദിച്ച്, എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ലെങ്കിൽ എങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളുടെ പേര് പോക്കുവരവ് ചെയ്ത് കരമടയ്ക്കാൻ പറ്റും? അപ്പൊ അത്രമാത്രം ഒരു കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞു അവർ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇച്ചിരി വിവരക്കേടിന്റെ പ്രശ്നമുണ്ട്. ഇന്നലെ ബിഗ് ബോസിൽ പേൻ്റെ വിഷയമായിട്ട് രേണുസുതി ഭയങ്കര സീൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പം അനുമോള് രേണുസുതിയുടെ തലയിൽ മൊത്തം നിറയെ പേനാണെന്ന് പറഞ്ഞിട്ട് രേണുസുതി അത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും മുമ്പിൽ സംസാരിച്ചു, എനിക്കത് അപമാനമായി എന്ന് പറഞ്ഞ് ഭയങ്കര വേദനയോടെ ഇരുന്ന രേണുസുതി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെയാണ് ഫ്രീ ആയിട്ട് വീട് വെച്ച് തന്നെ, ഫ്രീ ആയിട്ട് വസ്തു തന്നെ 2 പേര് സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നുണകളൊക്കെ പറഞ്ഞ് അവരെ സമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചപ്പോഴത്തേക്ക് അവർക്കുണ്ടായിട്ടുള്ള വിഷമം എത്രത്തോളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് കിട്ടിയൊരു വീടുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് അവരെ വിളിച്ച് സംസാരിക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടുന്നത്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ വേദന? പബ്ലിക്കിൽ അപമാനിക്കപ്പെടുന്നതിൻ്റെ വേദന ഇപ്പം രേണുസുതിക്ക് മനസ്സിലായി. ഇനി ഈ വീടിൻ്റെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട് അപ്രൂവൽ കൊടുക്കുന്നില്ല എന്ന് രേണുസുതിയുടെ അച്ഛനും കടന്ന് കരയുമല്ലായിരുന്നോ? ഇപ്പോൾ ഫിറോസിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഈ വീട്ടിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്നും അത് എന്തുകൊണ്ട് ഇത്രയും നാളും കിട്ടാതിരുന്നതെന്നുള്ള മുഴുവൻ കാരണങ്ങളുമായിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. ഫിറോസാണ്. ആദ്യമായിട്ടൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാം. നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ട കലാകാരൻ്റെ വീടിൻ്റെ അപ്രൂവൽ ഇന്നലെ നമുക്ക് കിട്ടി. നമ്മൾ കൊടുത്ത ഡ്രോയിങ്ങിനകത്ത് ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ നമുക്കതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങൾ, ഒരുപാട് ഓൺലൈൻ മീഡിയാസ്, അതുപോലെ തന്നെ ഈ ഞാൻ മുൻപ് ഇട്ട വീഡിയോസ് കണ്ടിട്ട് അതിൽ കമൻറ്റ് ചെയ്ത്, അതിൽ ഷെയർ ചെയ്ത, അതുമായിട്ട് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ സംസാരിച്ച ഒരുപാട് വ്യക്തികളുടെ സപ്പോർട്ടുണ്ട്. അതെല്ലാം ഒത്തിരി സന്തോഷത്തോടെ കൂടെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വലിയൊരു ഒരു കഥ ഉണ്ട്. ഈ ഒരു അപ്രൂവൽ എന്തുകൊണ്ട് ഡിലേ ആക്കി എന്നതിനകത്തൊരു വലിയ കഥ കിടക്കുന്നുണ്ട്. ആ കഥ ഞാൻ പറയാം. ഇപ്പോൾ വീടിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഫിറോസ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ ഒരുപാട് ആൾക്കാരെ, ഇതിനകത്ത് സഹായിച്ച ആൾക്കാരെയൊക്കെ പുള്ളിക്കാരൻ താങ്ക്സ് പറയുന്നുണ്ട്, അവരോടൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു വീടിൻ്റെ ഒരു അപ്രൂവൽ കിട്ടണമെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വസ്തു ആരെ പേരിലാണ്, ആ വസ്തുവിന് എന്തെങ്കിലും കേസോ പരാതിയോ എന്തെങ്കിലും ഉണ്ടോ, ഇപ്പം ആ വസ്തുവിൻ്റെ ഉടമ കൊടുക്കുന്ന സമയത്ത് ആർക്കാണോ കൊടുത്തിട്ടുള്ളത്, ഇനി ചിലപ്പം ഫാദറിൻ്റെയോ മദറിൻ്റെയോ പേരിൽ കിടക്കുന്ന വസ്തുവായിരിക്കാം. അപ്പം ഇപ്പം എത്ര മക്കളുണ്ട്, അപ്പോൾ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ഏത് മക്കൾക്കാണ് കൊടുത്തത്, അപ്പം ഈ എല്ലാ മക്കൾക്കും കൂടെ അതിനകത്ത് അവകാശമുണ്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു വസ്തു, പ്രത്യേകിച്ച് ഇത് ഒരു ദാനം കൊടുത്ത വസ്തുവും കൂടെയാണ്, അല്ലാതെ ഒരു വിലയ്ക്ക് കൊടുത്ത വസ്തുവല്ല, ദാനം കൊടുത്ത വസ്തുവും കൂടെ ആകുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വസ്തു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം വീട്ടുകാർക്ക് പല ആൾക്കാർക്ക് എതിർപ്പ് കാണും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡിലേ ആവാറുണ്ട്. കാരണം ഇതിനകത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക. കാരണം നാളെ അവർക്കൊരു പ്രശ്നം വരുന്നില്ല. വെറുതെ ഒപ്പിട്ട് കൊടുത്ത് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാതെ എടുക്കാതെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ മേലെയായിരിക്കും ഇതിനെ പറ്റിയിട്ടുള്ളൊരു ആൾക്കാർ പഴിയാരുന്നേയും പരാതി പോകുന്നേയും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും നാളും അതിനെ പറ്റിയിട്ട് അവർക്ക് കിട്ടിയ ഈ വസ്തുവിൻ്റെ പേരിൽ അവർക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവർ ഈ അപ്രൂവ് കൊടുക്കാനായിട്ട് ഇത്രയും ഡിലേ ആയത്. ഇപ്പോൾ അത് ഓക്കെ ആയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും ഫിറോസ് തന്നെ പറയുന്നത് കേൾക്കാം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. ാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാനും ഈ പാഷാണം ഷാജിയും അതുപോലെ തന്നെ മാ സംഘടനയുള്ള അലക്സ് എന്ന് പറയുന്ന ആളും കൂടെ പോയിട്ടാണ് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നത്. അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ ആ സ്ഥലം ആൾമോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് 7 സെന്റ് സ്ഥലം, ആൾമോസ്റ്റ് 7 സെന്റ് സ്ഥലം സുധിയുടെ വീടിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ഇദ്ദേഹം ഈ ഒരു വാഗ്ദാനം തന്നു. നമ്മളവിടെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ
ഒരുപാട് ആൾക്കാർ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ട് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ചു, ആ സ്ഥലം ഒരുപാട് കേസുകളുള്ള സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്, അത് നിങ്ങൾ എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഫ്ലവേഴ്സുമായിട്ട് സംസാരിച്ചു. ഫ്ലവേഴ്സ് അതിൻ്റെ ലീഗൽ പരമായിട്ടുള്ള എല്ലാ വശങ്ങളും ചെക്ക് ചെയ്തു. അതിൻ്റെ പേരിൽ കേസോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന് വല്ല പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഒരു പ്രശ്നവുമില്ല എന്ന് അവിടുത്തെ വക്കീലേഴ്സ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കൺഫർമേഷൻ തന്നതിന് ശേഷമാണ് നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 12 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ അമ്മച്ചി സൗജന്യമായിട്ട് നൽകിയതാണ്. അമ്മച്ചിയുടെ മരണശേഷം അത് അമ്മച്ചി അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ അമ്മച്ചിയെ നോക്കിയിരുന്നതും ശുശ്രൂഷിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അമ്മച്ചി ഇതിലൂടെ തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളൂ ആ ഫാദറിന്റെ നല്ല മനസ്സ്. കാരണം മറ്റു വേറെ മക്കളുണ്ടായിട്ട് പോലും ഈ ഫാദറിന്റെ അമ്മച്ചിയെ വേറെ ഒരു മക്കളും തിരിഞ്ഞു നോക്കിയില്ല. ഈ ഫാദറാണ് ആ അമ്മച്ചിയെ നോക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ട്, അതിൻ്റെ ഒരു സ്നേഹമായിട്ടാണ് ഈ അമ്മച്ചി ഈ ഫാദറിന് 12 ഏക്കർ സ്ഥലം, 12 ഏക്കർ ആലോചിച്ച് നോക്കി എഴുതി കൊടുത്തത്, വേറെ ഒരാൾക്കും കൊടുക്കാതെ. അപ്പം ഈ ഫാദറിൻ്റെ നല്ല മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഫാദറിനെയാണല്ലോ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലൊക്കെ ഈ രേണുസുതി ഇട്ട് കൊത്തി തിന്നാൻ കൊടുത്തത്, അപമാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ നിന്നൊരു 7 സെൻറ്റ് സ്ഥലം രേണുസുതിക്ക് കൊടുത്ത 7 സെൻറ്റ്. പിന്നെ അതുകൂടാതെ ഈ ഫാദർ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ആൾക്കാർക്കും അമ്പലം പണിയാനൊക്കെ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, വീട് വെക്കാനോ അമ്പലം പണിയാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാനം കിട്ടിയ 12 ഏക്കർ സ്ഥലം നമ്മൾ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ കൊടുക്കുമോ? 1 സെൻറ്റ് കൊടുക്കുമോ? ഇല്ല. ആ ഫാദറിനെയാണ് ഈ ഇത്രയും സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ കൊണ്ട് വലിച്ചിട്ട് അപമാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതിൻ്റെ പേരിൽ ഇവർ ബന്ധുക്കൾ തന്നെ കൊടുത്തൊരു പരാതിയാണെന്നാണ് ഫിറോസ് പറയുന്നത്. കാരണം ഈ അച്ഛൻ ഇവർ ഈ വസ്തു വീട് വയ്ക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് കുത്തിത്തിരിപ്പതിൻ്റെ ബന്ധുക്കൾ തന്നെ, ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അച്ഛൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ, കാരണം അവർക്ക് കിട്ടാത്തതിൻ്റെ ഇതായിട്ട്, കാരണം അവർക്ക് ഇതിൽ നിന്ന് ഒരു ഏക്കർ പോലും അല്ലെങ്കിൽ 1 സെൻറ്റ് പോലും കിട്ടാത്തതിൻ്റെ ഇതായിട്ട്, ഇഷ്ടക്കേടായിട്ട് അന്ന് തൊട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി. ഈ വസ്തു മേടിക്കരുത്, കേസും കാര്യങ്ങളായിട്ട് കിടക്കുന്ന വസ്തു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ നോക്കി എന്നാണ് പറയുന്നത്. എന്നാലും ബാക്കിയും കൂടെ കേൾക്കാം. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മച്ചി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റു ബന്ധുക്കൾ, ചില ബന്ധുക്കൾ ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ട് കേസ് കൊടുക്കുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോടതി അത് നിരീക്ഷണങ്ങൾ നടത്തി അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അദ്ദേഹത്തിന് ഇഷ്ടദാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മച്ചി കൊടുത്തതാണെന്നുള്ള കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി അദ്ദേഹത്തിന് ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് ഏകദേശം 6.25-7 സെൻറ്റിൻ്റെ അടുത്ത് സുധിയുടെ 2 മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. പക്ഷേ പിന്നീടും അവിടെ ഈ നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ, ഒരുപാട് വ്യാജ പരാതികളെല്ലാം അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഈ കുടുംബക്കാർ. അതാണ് ആക്ച്വലി അവരുടെ ഒരു പരാതിയാണ് ഇതിൻ്റെ പുറകിൽ ഈ വീടിൻ്റെ പണിയുടെ അപ്രൂവൽ തരാതിരിക്കാൻ കാരണമെന്നാണ് നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇത്രയും നാളും ആ വീട്ടിന് അപ്രൂവൽ കിട്ടാതിരുന്നത്. ഇപ്പം ഈ അപ്രൂവൽ കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇൻ്റർവ്യൂസിൽ വന്നിരുന്ന് ഈ രേണുസുതിയുടെ ഫാദർ തങ്കച്ചനും കൂടെ പറഞ്ഞുണ്ടാക്കിയത് അല്ലേ? അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എഴുതി വെച്ചേക്കും, അത് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതി, അങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അല്ലേ? ഇപ്പം ഈ ഇവരെ ബന്ധുക്കളുണ്ടല്ലോ, ഈ ഫാദറിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് ഇതിന് പരാതി കൊടുത്തതും. കാരണം അവർ കൂടെ അവകാശപ്പെട്ട വസ്തുവാണെന്നൊക്കെ പറഞ്ഞ് ഇത് അവിടെ വിഷയം ഉണ്ടാക്കി അപ്രൂവൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഇട്ടേക്കുക. പഞ്ചായത്തിൽ പോയി പറഞ്ഞു ഇട്ടിരുന്നുകൊണ്ടാണ് ഇത്രയും നാളും അതിന് കൊടുക്കാതിരുന്നത്. ഇപ്പം കറക്റ്റായിട്ടുള്ള തെളിവും കാര്യങ്ങളെല്ലാം കാണിച്ചു, സംസാരിച്ചു. പഞ്ചായത്തിനത് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പം അപ്രൂവ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫിറോസ് അപ്രൂവൽ ചെയ്തതിൻ്റെ റെസീപ്റ്റും കാണിക്കുന്നുണ്ട്. 5200 സംതിങ് എത്ര രൂപ അടച്ചതിൻ്റെ റെസീപ്റ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ എല്ലാവർക്കും അന്ന് കുറ്റം പറഞ്ഞാൽ ഒരുപാട് പേര് കുറ്റം പറഞ്ഞായിരുന്നു, എന്തുകൊണ്ട് അപ്രൂവൽ കൊടുത്തില്ല, അപ്പം നിങ്ങൾ കള്ളനായോണ്ടല്ലേ, അങ്ങനെ ആയോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് രംഗത്ത്, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കെല്ലാം ബോധ്യമായല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ചെയ്യും.